അതായത് ഞങ്ങളങ്ങനെ ഇവിടുന്ന് പോയിട്ട് എമിഗ്രേഷൻ അവരുടെ പോലീസ് ചെക്കിങ് ഇതിനെല്ലാം വിധേയമായി. ഒരു രീതിയിലുള്ള ഒരു റെക്കമെൻഡേഷൻ ഒന്നുമില്ല കേട്ടോ. പക്ക സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ആധുനിക സിസ്റ്റം. ഞങ്ങളുടെ ഫോൺ മൊത്തം നോക്കി. മതപരമായ ഒരു കാര്യം, ഒരു പുള്ളിക്കാരിയുടെ കയ്യിൽ, നേപ്പാളിൽ നിന്ന് വന്നൊരു പുള്ളിക്കാരിയുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അത് മാറ്റിച്ചു, ഒരു പ്രാർത്ഥന പുസ്തകം മാറ്റിച്ചു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഇതൊന്നും കണ്ടിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഈശോയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് ഫോണിൽ. 2 പേരെടുത്തും എന്തൊരു സാധനം അതെന്നത് എനിക്ക് തോന്നുന്നു മതപരമായിട്ട് എന്തൊരു ബുക്കാണ്. ആണോ? ആപ്പ് ഉണ്ടല്ലോ, ആപ്പ് ഡിലീറ്റ് ചെയ്യിക്കും. ഞങ്ങളുടെ പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ ഫോട്ടോ ഫോണിലെ ഗാലറി മൊത്തം ചെകഞ്ഞ് നോക്കി. പിന്നെ ഇതെല്ലാം വെച്ച് നോക്കി. പിന്നെ ലഗേജ് കാണിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ലഗേജ് ഇല്ല, വണ്ടിയിലാണ്. അപ്പോൾ അതിന് സ്കാനിങ് ഉണ്ടാവും. ബാക്കി എല്ലാവരും എല്ലാം കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ചൈനീസ് ടൈം ഇപ്പം 12:55 അല്ല 1 മണിക്ക് ഇത് ക്ലോസ് ആയി, ബോർഡർ ക്ലോസ് ആയി. ഇനിയിപ്പോൾ 2 മണിക്ക് തുറക്കുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി റീ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം പോലീസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ഇമിഗ്രേഷൻ അതുപോലെ പരിപാടികളേ ഉള്ളൂ. ഫൈനലി ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. അവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് ഇല്ലല്ലോ, അപ്പോൾ ഇവിടുന്ന് അലൗഡ് ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഗൈഡ് പറഞ്ഞു സോറി, അവിടെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ഒരു രീതിയിലുള്ള കാര്യമില്ല കേട്ടോ. റിക്വസ്റ്റിനൊന്നും അവിടെ ഒരു നേർവഴിക്ക് പോവുക, ആ വഴിക്ക് മാത്രം നടക്കുള്ളൂ. ബോർഡറിലല്ലേ, ബാക്കി നമുക്കറിയാം. 5 മിനിറ്റ് നിൽക്കും. നമ്മൾ റിസ്ക് ചേട്ടാ ഒന്ന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് തരും. അവിടെ വണ്ടി പോലും ഇടാൻ സമ്മതിച്ചില്ല. യു ഔട്ട് ദിസ് വെഹിക്കിൾ ഇൻ യുവർ വെഹിക്കിൾസ് ഇൻ നേപ്പാൾ സൈഡ്, ദെൻ 1 hour യു കമ്മിങ്. അവർ സംസാരിക്കുന്നതല്ല ചൈനീസ് ഭാഷയിലാട്ടോ. ഏജന്റ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു സോറി, അതെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ. ആണോ? നോക്കൂ, ഇതുണ്ട് ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ, ചൈനയുടെ സൈഡില്. ടിബറ്റാട്ടോ ഇത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഗൈഡ് എന്തായാലും വന്നു കേട്ടോ. ഗൈഡ് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ഒരു പുള്ളിയാട്ടോ. അതിൽ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മുടെ സിമ്മുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളുടെ വീഡിയോ ഇന്ന് ഷെഡ്യൂൾ ചെയ്ത് കയറ്റാൻ പോകാട്ടോ. ഏത് ടൈം ആടാലും ഇവനെ 10:48 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈമല്ലേ? ഇവിടുത്തെ ടൈമാണ്. ഇത് മാറ്റി ഇന്ത്യയിലേക്ക് മാറ്റണം കേട്ടോ. ഇന്ന് ആജ് 26 ഇന്ന് 26 അല്ലേ? കറക്റ്റ് 26. ഗൈസ് നോക്കൂ, എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ പാടുപെടും. അങ്ങോട്ട് കയറി വാട്സപ്പ് പോലും വർക്ക് ചെയ്യുന്നില്ല. വാട്സപ്പ് പോലും അവിടുത്തെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ഇന്ന് എങ്ങനെയും രക്ഷപ്പെടണം അല്ലേ ഇവനെ? അതെ, നാളെ നമുക്ക് എങ്ങനെയും ബാക്കിയൊക്കെ ചെയ്യാം. പക്ഷെ ഇന്നത്തെ കാര്യമാണ് വിഷയം. എല്ലാവരും പോകുന്ന ഗ്രൂപ്പ് മൊത്തത്തിൽ നിന്ന് ഫോട്ടോ എടുക്കും കേട്ടോ. എല്ലാവരും ഓരോരോ ഫോട്ടോ खींचनो വീഡിയോ. Yeah, 18 days. ഗൈസ് എല്ലാവരും ഫോട്ടോ എടുക്കും കേട്ടോ. मैं വീഡിയോ ले लेगा. ഗൈസ് നോക്കൂ, സംഭവം കിട്ടിട്ടോ. ഓരോ വണ്ടികളായിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ. 1 മണിക്കൂർ കഴിയണം ഇനി. ഇതിപ്പോ ഞാൻ ഇവരുടെ എല്ലാം ക്യാമറമാനായ അവസ്ഥയാട്ടോ. ഞാനിപ്പോ ഇച്ചയുമ്പത്തേനും മറ്റേ ഇതെടുക്കും, സാധനം ഇത് കൊടുക്കണേ, മറ്റേ സാധനം വേണം. പൈസ $100 per video, per photo $50. Per video 100. Per photo 50. 50. देखने के लिए $1. अच्छा, देखने के लिए. गाइस നോക്കൂ, फाइनली അങ്ങനെ. चाय वहां पे नहीं मेरे को नहीं चाहिए. कुछ भी नहीं. मैं मॉर्निंग एक चाय पिए ना बस. नहीं नाश्ता कुछ, लंच में बहुत टाइम लगेगा. 1 hour entering. 2 hours maybe. No, 1 hour. 1 and a half he said. Yeah. Already our checking is finished. Tashi he said 1 and a half hour. Yeah. Later. Again don't know if you have to take the luggage again. Don't know. ഓ, ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ദൈവത്തിനറിയാം. എന്തായാലും വണ്ടി ഇവിടെ കിടക്കുവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടുത്തെ. പിന്നെ കസ്റ്റംസ് ഓഫീസേഴ്സ് നമുക്ക് ഇവിടുത്തെ ഫൈബറിൻ്റെ കണക്ഷൻ വരുത്തുന്നത്, അതായത് നെറ്റ്വർക്കൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എല്ലാം കയറി കഴിഞ്ഞിട്ട് പറയാം എങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ. 1 മണിക്കൂർ സമയമുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് ചായ കുടിയും പരിപാടിയൊക്കെയാണ്. ഞങ്ങളിവിടെ വന്ന് ചായ കുടിക്കാൻ. ഇവിടെയൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇനി 1 മണിക്ക് ശേഷം അത് തുറക്കുള്ളൂ. അതാണ് മെയിൻ സംഭവം. ഇതിന് ഒരു ഓംലെറ്റ് പറഞ്ഞു കേട്ടോ. ഞാനൊരു 1 സൈഡ് ഓംലെറ്റ് പറഞ്ഞു കേട്ടോ. അച്ഛനാ ഇവരൊക്കെ വെജിറ്റേറിയൻ കേട്ടോ, പക്ഷെ മുട്ട കഴിക്കും. മുട്ട കഴിക്കൂടെ ഇപ്പം വെജിറ്റേറിയൻസ്. ഫൈനലി ചൈനയുടെ ഗേറ്റ് തുറന്നുണ്ടോ. ഇനിയിപ്പോൾ നേപ്പാൾ ഗേറ്റും കൂടെ തുറന്നാൽ മതി. ഗൈസ് ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് ഇനി നമ്മൾ ഓടിക്കുന്നത് ഇന്ത്യൻ സ്റ്റൈലിലല്ല, അതായത് യൂറോപ്യൻ സ്റ്റൈലാണ്. ഇനി അപ്പുറത്തെ വശത്താണ് നമുക്ക് വണ്ടി ഓടിക്കേണ്ടത്, ഇപ്പുറത്തെ വശത്തല്ല. നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് ഇത്ര നാളും ഇവിടെയായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ലാവോസിലെ ഒക്കെ പോലെ അപ്പുറത്തെ സൈഡായിട്ട് ഇനി വണ്ടി ഓടിക്കണ്ടേ. ഇപ്പം ന്യൂഡൽഹി സമയം 11:43. അതേപോലെ തന്നെ ഇവരുടെ ബീജിംഗ് ടൈം 2:15. ഇപ്പൊ നമ്മളെ കേറ്റുമായിരിക്കും കേട്ടോ. 10-15 മിനിറ്റിനുള്ളിൽ കേട്ടു. അവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ വെറും 5 മിനിറ്റ് ഒന്നും പറഞ്ഞാൽ നമ്മളെ വേറൊരു സംഭവം ഉണ്ട്. ഈ ജില്ലയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ഫ്രീ പാസിൽ പോകത്തുള്ളൂ, അല്ലാത്തവർക്കെല്ലാം വിസ വേണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ചൈന ബോർഡർ തുറന്നു കേട്ടോ. ഇപ്പം ചൈനയിൽ നിന്ന് ആൾക്കാർ നേപ്പാൾ ബോർഡർ തുറന്ന് നോക്കി ചൈനീസ് ആൾക്കാർ നിൽക്കുന്നുണ്ട് കാണുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനിയും
എല്ലാം കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്കിനി വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ബോർഡർ തുറന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അതായത് നേപ്പാൾ ബോർഡർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും പോകാം. പക്ഷേ ഒന്നേന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെയുള്ള എല്ലാവരും പോലീസുകാർ, ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഞങ്ങളുടെ വണ്ടി കയറി നോക്കി, നമ്മുടെ ചാനലും സംഭവങ്ങളൊക്കെ നോക്കി ഭയങ്കര സന്തുഷ്ടവാന്മാരാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അവസാനം അങ്ങനെ നേപ്പാൾ ബോർഡറും തുറന്നു കേട്ടോ. ഇവിടെ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ടും അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടും കേട്ടോ. ഏജൻറ്റുമാരാണിത്. ചൈന അറിയാവുന്ന നേപ്പാളിലെ ചൈന അറിയാവുന്ന ഏജൻറ്റുമാരാട്ടോ ഇത് മൊത്തം. നേപ്പാളികളും വരുന്നുണ്ട്, ടാക്സിയൊക്കെ ചോദിച്ചുള്ള സെറ്റപ്പാന്ന് തോന്നുന്നുണ്ടോ. ചൈനീസ് ആൾക്കാരും വരുന്നുണ്ട്, നേപ്പാളി ആൾക്കാരും വരുന്നുണ്ട്. യെസ്, ഫൈനലി ബോർഡർ ഓപ്പൺ. ഇനിയിപ്പം നമുക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ കയറട്ടോ. 1 മണിക്കൂറേ ഉള്ളൂ. ഇന്നിനും കയറാൻ പറ്റില്ല, പിന്നെ നാളെ കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഐ എം വെയിറ്റിംഗ്. ചൈനീസ് കസ്റ്റംസ് കഴിഞ്ഞു. ഈ കാണുന്നതാണ് ചൈനീസ് കസ്റ്റംസ്. എന്ത് ചെയ്യണേലും ഏജന്റിനോട് ഗൈഡിനോട് ചോദിക്കണം. ആരാണ് കെട്ടു പോകുന്നത്, ആരാ ഫ്രണ്ടിൽ പോകുന്ന, ആ പുള്ളിക്കാരൻ ആ വണ്ടീൻ്റെ അത് കയറുന്നു. സീറ്റിൽ നമുക്ക് ഐ എം ബാക്ക് മിഡിൽ. ഗൈസ് നോക്കൂ, അതായത് ഫൈനലി നമ്മളങ്ങനെ ചൈനീസ് കസ്റ്റംസ് കഴിഞ്ഞ് പുറത്തിറങ്ങി. ചെക്കിങ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ വലിയ സംഭവമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഫുഡ് മാത്രം അലോഡ് ചെയ്തില്ല. പിന്നെ ബൈബിള്, പിന്നെ അതേപോലെയുള്ള മതഗ്രന്ഥങ്ങൾ, പിന്നെ കുറച്ച് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ പണിയാണ്. കുരിശ്, മറ്റ് സംഭവങ്ങൾ, ഇതൊന്നും വലിയ കുഴപ്പമില്ല. എന്തായാലും ഫൈനലി എല്ലാം കഴിഞ്ഞു. ഫുള്ള് ചൈനീസ് നമ്പർ പ്ലേറ്റ്, ഫുള്ള് ചൈന വണ്ടി കേട്ടോ. ചൈനീസ് ക്യാമറ കിടക്കുന്നു. ഭയങ്കര അവയാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ക്ഷമിക്കണം. ഒരു മറ്റേ സ്കാനയുടെ ഒരു മൈക്ക് മേടിക്കും. നാളെ നമുക്ക് മേടിക്കാം. ഞങ്ങളുടെ അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും ചെക്കിങ് കഴിഞ്ഞു. ഭയങ്കര കസ്റ്റംസ് ചെക്ക് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മാത്രം എന്നെ നിങ്ങൾ രണ്ടും ബെതറാണെന്ന് ചോദിച്ചു. എന്റെ പാസ്പോർട്ട് ഒക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അടിച്ചു. ഞാൻ ഇങ്ങനെ കാണിച്ചു. ലാസ്റ്റ് പുള്ളിക്കാരൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഒറ്റ ചിരി ഇരിച്ചു. പിന്നെ പുള്ളിക്കാരൻ ഒറ്റ ചിരിയായിരുന്നു. പിന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. നമ്മുടെ വണ്ടിക്ക് വലിയ ചെക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഒരു സ്കാനിയയുടെ ഒരു ക്യാമറ കിടപ്പുണ്ട് കേട്ടോ. ചൈനീസ് ക്യാമറ. അതെ ചൈനീസ് ക്യാമറ കേട്ടോ. സ്കാനിയയുടെ ഒരു ചൈനീസ് ക്യാമറ. നമ്മളങ്ങനെ ഫൈനലി ടിബറ്റിൽ എൻട്രി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നേരെ പോകുന്നത്. ഞാൻ ഗൈഡിനോട് സംസാരിച്ചും പറഞ്ഞത് നമുക്ക് പുറത്ത് കിടക്കാമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു സന്തോഷം. സ്കാനിയ എൻ്റെ പൊന്നെ. സ്കാനിയ കേട്ടോ. ഫുൾ ക്യാമറ, പ്യൂർ ലുക്ക്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കേട്ടോ. എന്ത് ചെയ്യാൻ നേരത്തും ഗൈഡിനോട് ചോദിക്കണം. ഞങ്ങളെല്ലാം ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഗൈഡിന്റെ കൂട്ടത്തിൽ ഒരു ചേച്ചിയുണ്ട്, ഗ്രേഡും ഉണ്ട്. പക്ഷെ അവരെ ഏതെങ്കിലും വണ്ടി കയറണമെന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ് നോക്കൂ, അതായത് ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു കസ്റ്റം ചെക്കിങ് സംഭവങ്ങളൊക്കെ. അവർ അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കുകയുള്ളൂ. ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഏജൻറ്റുമാരുണ്ടെങ്കിൽ ഓഫീസേഴ്സിനൊക്കെ സംസാരിച്ച് ഇതൊക്കെ ഒരു പരിഗണന കിട്ടില്ല. അതൊന്നുമില്ല കേട്ടോ. അയ്യോ, ആദ്യമായിട്ടെ സാധാരണ നമ്മുടെ ഇവിടെയൊക്കെയാണ് ഏജന്റൊക്കെ ഓഫീസിന്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാ സാധനം ചെയ്യും. ഞങ്ങൾ ഞങ്ങളുടെ വാക്ക് പാലിച്ചു. ഓ ഭൂമി, ദൈവമേ, കർത്താവേ. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇന്ത്യയിൽ നിന്ന് യാത്ര തുടങ്ങി. അങ്ങനെ നേപ്പാളെത്തി, നേപ്പാളിൽ നിന്ന് ചൈന എത്തി. അടുത്തത് 20 ദിവസം കഴിഞ്ഞ് നമ്മൾ കസാക്കിസ്ഥാൻ എത്തും. അല്ലേ ലിവിനെ? ഈ എബിൻ പറഞ്ഞ കാര്യം കേട്ടോ. അപ്പോൾ അതുപോലെ കൊന്ത അങ്ങനത്തെ സാധനം ഒന്നും ഇട്ടുകൊണ്ട് വരുന്നത് യാതൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ടാ വന്നേ. ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഗൈസ് നോക്കൂ, ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ദരിദ്രനായി ജനിച്ചതിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും നിങ്ങളുടെ ഡ്രീമിനും അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾക്കും അതിരുകളില്ല കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ ഞാനൊരു ദരിദ്രനായി ജനിച്ചു, അല്ലെ എനിക്ക് കഴിവില്ല, എനിക്ക് വിവരമില്ല എന്ന് ചിന്തിക്കുന്നവരോട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ എന്തു കാര്യം നിങ്ങൾ സ്വപ്നം കാണുന്നോ, അല്ലെ എന്തെങ്കിലും നിങ്ങൾ നേടാൻ ശ്രമിക്കുന്നോ, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. വിദ്യാഭ്യാസമോ മറ്റൊന്നും അതിനാവശ്യമില്ല. ആര് എന്തു പറഞ്ഞാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യരുത്. നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. അങ്ങനെയുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഇത്രയും കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഓ ഗൈസ് നോക്കൂ, ഫൈനലി എല്ലാവരും പറഞ്ഞാണ്. കുറേ പേരുടെ കമൻ്റൊക്കെ ഞാൻ കണ്ടാണ്. ഒരിക്കലും പോകാൻ പോകണില്ല എന്ന്. ഗൈസ് അന്ന് ഞങ്ങൾ താത്തോപ്പാനി വെച്ച് ഓമനി കൊണ്ട് ഗൈസ് അന്ന് ഈ കാണുന്ന ടി നെപ്പോളിയൻ സെൻട്രൽ ജയിലിൽ കിടക്കുമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കൽ ഈ കാണുന്ന ചൈന വഴി പോയിരിക്കുമെന്ന്. അത് ഞങ്ങൾ സാധിച്ചു. ഗൈസ് നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും ഇല്ല. ഞങ്ങൾക്ക് ഇത്ര എത്താൻ പറ്റിയെങ്കിൽ നമ്മുടെ യുവാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുണ്ട്, പലതുണ്ട്. പക്ഷെ അവരിപ്പോഴും നിരാശയിലാണ്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടില്ല. ഞങ്ങളെപ്പോലുള്ള 2 പൊട്ടന്മാർക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിലും വലുത് ചെയ്യാൻ പറ്റും. അതെപ്പോഴും നിങ്ങൾ ആലോചിക്കുക. ഗൈസ് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവിൽ ആത്മവിശ്വാസം സമർപ്പിക്കുക. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി പോകണം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഗൈഡിനെ ക്യാരി ചെയ്ത് പോകുന്നതായിരിക്കും. യെസ്, ഫൈനലി നമ്മൾ റീച്ച് ഇൻ ചൈന. ദിസ് കസ്റ്റംസ് ഇൻ ചൈന.
യെസ് ഗൈസ്, ഇനിയിപ്പോൾ എങ്ങനെയാണ് പ്ലാൻ എന്നൊന്നും അറിയത്തില്ല. രാജേഷ് ഭായിയോട് ചോദിക്കണം. രാജേഷ് ഭായ് क्या बोलेगा? मेरे को पता नहीं है एजेंट क्या बोलेगा. ये अभी जिरोंग टाउन हाँ 28 किलोमीटर से यहाँ से हाँ 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 वहाँ जाएगा, हाँ वहाँ पे रुक जाएगा. हाँ आप गाड़ी में रुक सकता है हाँ. बट ट्रेन में नहीं रुक सकता. ओके, मैं गाड़ी में. हाँ गाड़ी में. हाँ यार, मेरे संतोष में स्माइली. गाड़ी में नो प्रॉब्लम है ना? गाड़ी में नो प्रॉब्लम. आप होटल बुकिंग है ना? हाँ ओके ओके. बात करेंगे. अच्छा अच्छा. केरोൺ है ना? केरोൺ ഗൈസ്, കെറോൺ ടൗണിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് ചൈനീസിലെ ഒരു സ്ഥലത്തോട്ട് വന്നത്. ഞങ്ങളുടെ ഫ്രണ്ടാണ് രാജേഷ് ഭായ്. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ചൈനയുടെ ഒരു ടിബറ്റ് മെയിൻ ടൗണിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു ഗൈസ്. ഇവിടെയൊക്കെ പല പല ചൈനീസ് വണ്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ അടുത്ത ദിവസം നമുക്ക് കാണാം. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് എല്ലാവർക്കും ഷാൾ അണിയിക്കുന്ന ചടങ്ങ് കേട്ടോ. After we are departed from the Gormu, then I give you the yoga. Okay? Yeah. So I take with me. പാസ്പോർട്ട് കിട്ടിയില്ലേ? ആ എൻ്റെ വണ്ടിയിലുണ്ട്. ആ വേറെ കാര്യമുണ്ട്, ബൈ റോഡ് ആയതുകൊണ്ട് മറ്റേ ഇത് പാസ്പോർട്ടിന്റെ അത് സ്റ്റാമ്പും ഒന്നും ഇല്ല കേട്ടോ. ഒരു സാധനം group visa. ഉള്ള ഗ്രൂപ്പ് വിസ. അങ്ങ് തല തീട്ടി ചെല്ലട്ടല്ലേ ഇവനെ. ഇത് പിടിച്ചോ. ഇങ്ങോട്ടാ പെട്ടെന്ന് ചെയ്യുന്നു ഇതിനെ പെട്ടെന്ന് ചെല്ലേ. ആ ഓക്കെ. So this one is one of the very special from the Tibet side. Okay. We are first time to meet. That is our karma, right? Okay. So we say you have welcome to Tibet. Formally in Tibet, okay? Yes. Also have a nice journey and have happy you are traveling in Tibet. So it means good luck. Yes. All the best. So we use the right sky. Okay, thank you so much. Welcome to Tibet. Thank you so much. രണ്ടെണ്ണം ഉള്ളോ? ഇല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ? സ്പെഷ്യലാ കേട്ടോ. സ്പെഷ്യൽ ഇതാണല്ലോ ഇവനെ. വേറെന്തോ രീതിയിലുള്ള സാധനം കേട്ടോ. നമ്മളവിടെ വേറെയല്ലേ? Welcome to Tibet. അതിനകത്ത് ഇന്ത്യക്കല്ല കേട്ടോ. ആ ഇപ്പം കൊണ്ടോ. Dashi Delay. താശി. Dashi Delay. നന്ദി. Dashi Delay. Thank you. Dashi. താങ്ക് യു. താങ്ക് യു. Thank you. Dashi Delay is like welcome to Tibet. Also nice to meet you. Anyway, you can use. Okay. Nice. Welcome to Tibet. Thank you. താങ്ക് യു. Yes, Delay. Yes. യെസ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഇനി അടുത്ത് ലിപിക്കാം കേട്ടോ. എനിക്കല്ല, സായിപ്പിനാ. സായിപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ടെൻഷൻ കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുട്ട വെച്ച് കൊടുത്ത് അപ്പടിച്ച് കിട്ടും കേട്ടോ. ചേച്ചി ഭയങ്കര സായിപ്പിന്റെ ചേച്ചി ഭയങ്കര ഇവിടെ ഞെട്ടിത്തന്നെയായിരുന്നേ. ഡോർ ക്ലോസ് ചെയ്തപ്പോൾ അറിയാൻ പറ്റില്ല എന്നുള്ളത്. ഒക്കെ പോയി Okay. താങ്ക് യു. Welcome to Tibet. तुमको चाइना लाया, इतना तो निकालो. Kuch nahi hai. पूरा चाइना यही घुमाएंगे हमको. Welcome to Tibet. Dashi Delay. How to do this, you know? Like this. This one. Make sure. Okay, like this. Thank you. താങ്ക് യു താങ്ക് യു താങ്ക് I യു. will have you. Like this. അതായത് One. ഇതേപോലെ കെട്ടണം. ഇതേപോലെ കെട്ടണമെന്ന് പറയുന്നത് കേട്ടോടാ. കിട്ടി. പുള്ളിക്കാരൻ തന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇല്ല. ഇന്ന് 20 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് എടുക്കാം. അതുപോലെ സംഭവങ്ങളെല്ലാം ചോദിക്കാം. ഈ മനുഷ്യനെ വണ്ടി കയറ്റിയാലോ? സെൻറ്റർ ഇരുത്താം. സെൻറ്റർ ഇരിക്കുമ്പോൾ കയറ്റിക്കോ. നമുക്ക് എല്ലാ സാധനം മേടിക്കാം. ആ ചോദിക്കാം. സെൻറ്റർ ഇരിക്കുമെന്ന് ചോദിക്കാം. ചൈനീസ് മണി ഒന്നുമില്ല, അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കണം. നമുക്ക് വണ്ടിയിൽ കിടക്കാമെന്നാണ് പറഞ്ഞത്. ഇന്ന് പിന്നെ ആർമി ഉള്ള സ്ഥലത്ത് ഇൻ കെയർഫുൾ ഇൻ ആർമി ആൻഡ് പോലീസ് സ്റ്റേഷൻ ഈസ് കെയർഫുൾ നോ വീഡിയോ. സാർ ഐ ഹാവ് ഡാഷ് ക്യാമറ ആൻഡ് CCTV ക്യാമറ. ദാറ്റ് ടൈം ദിസ് ഓഫ് in Which army one? is vehicle is Yeah. that's same in the I'm vehicle off. in the checkpoint. Yeah. you Off. Okay, thank you. Other places. ഓ Okay. ഗൈസ്, ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കേട്ടോ പറഞ്ഞത്. ഇഷ്ടം പോലെ ആർമി വണ്ടി അതുപോലെ സംഭവം കാണും. ഒന്നും ഷൂട്ട് ചെയ്താക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പറഞ്ഞേ. എന്തായാലും നമ്മൾ അടിപൊളി. ലിവിന വണ്ടിയുടെ താക്കോലെന്തിയേ? എല്ലാവർക്കും സംശയങ്ങളാട്ടോ, അതാണ് മെയിൻ പ്രശ്നങ്ങൾ. സംശയമില്ലാത്ത ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, അതാണ് സംശയമില്ല. ഗൈസ്, നമുക്ക് പുള്ളിയോട് ചോദിക്കണം ഏറ്റവും നല്ല ഇലക്ട്രിക്കൽ മാർക്കറ്റ് ഇവിടെ അടുത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. ഇവിടുത്തെ ഒരു ഡിജയുടെ മൈക്ക് വാങ്ങിക്കണം, പുതിയത് 2, കാരണം അത്രയ്ക്കും കാറ്റാണ് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ അയാളെ പിടിച്ചതിൻ്റെ അത് കയറ്റാൻ കുറേ കാരണങ്ങളുണ്ട്. നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത് ഉപകാരപ്പെടും അല്ലേ? എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പോകുന്നു പറഞ്ഞു ഇവിടെ ഒന്നും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അതെ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ ഇയാൾ പറഞ്ഞു എന്ന് വെച്ചാൽ ആർമിയുടെ പോലീസിനെ മാത്രം വീഡിയോ എടുക്കാൻ പാടില്ലാത്തുള്ളൂ, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. ഗൈസ്, വെറുതെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 10 കിലോമീറ്റർ കഴിഞ്ഞ് വീഡിയോ എടുക്കുള്ളൂ. അവർക്ക് സർവീൽ ഇവരുടെ സർവർ ഒക്കെ സർവർ എന്നല്ലല്ലോ അതിന് എന്നാ പറയുക, അതായത് ഇവരെ അങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞേ.
അതൊന്നുമില്ല കേട്ടോ, പറയുന്ന പോലെ അത്ര വലിയ ഇതൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല. സെയിം ലൈക്ക് ഇന്ത്യ. ഇദ്ദേഹമാണ് നമ്മുടെ ഏജന്റ് കേട്ടോ. ചൈനയിലെ ആദ്യത്തെ റോഡിലേക്ക് നമ്മൾ കയറുവാണ്. ഇതാണ് ചൈനീസ് റോഡ്. നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ദിസ് സൈഡ്. ഓക്കെ, ഐ എം ഫോളോയിങ് ദിസ് ചൈനീസ് റോഡ് ദിസ് സൈഡ്. ഓ ഗൈസ് നോക്കൂ, നമ്മൾ പോവാണ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? Tashi. ഇതിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അങ്ങനെ ചൈനീസ് കസ്റ്റംസിന്റെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇത് കണ്ടോ ഈ കാണുന്ന ആ സ്ഥലത്തിലൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇന്നാകെ ടുഡേ ഓൺലി 30 കിലോമീറ്റർ. ഓൺലി 30 കിലോമീറ്റർ. ഇത് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് എല്ലാ ചെക്ക് പോയിന്റിലും പോലീസ് സ്റ്റേഷൻ, അതുപോലെ കസ്റ്റംസ്, പിന്നെ ആർമി, ഇത്രയും ഭാഗങ്ങളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ആളെ കയറ്റി കേട്ടോ വണ്ടിക്കകത്ത്. അപ്പോൾ പുള്ളി പറഞ്ഞു തരും. ഇവിടെ ഒരു ചെറിയ പിന്നെ ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആയി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഫൈനലി ഉള്ളത് ചൈനീസ് മണ്ണിലാണ്. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഇവിടെയൊക്കെ ക്യാമറ നിരീക്ഷണത്തിലാണ്. 20 km/h നിങ്ങളുടെ വണ്ടി പോകാറുള്ളത്. 20 km/h പെർ വെഹിക്കിൾ. അതായത് ഒരു വണ്ടി 20 km പോകാൻ പാടുള്ള എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചൈനീസ് റോഡ്, അതായത് നമ്മൾ ഇത്ര നാൾ ഓടിയത് ആ കാണുന്ന റോഡിൽ കൂടി ആണെങ്കിൽ നമ്മൾ ചൈനയിൽ ഓടുന്നത് ഈ കാണുന്ന, അതായത് ലാവോസ്, കംബോഡിയ. ഓ എനിക്ക് പെട്ടെന്ന് പേടിയായി ഇതിലെ കൂടെ വണ്ടി വന്നെന്നുള്ള ഒരു സെറ്റപ്പ്. ഐ എം ഫസ്റ്റ് ടൈം seeing this vehicle here. Okay, നമ്മുടെ നാട്ടില് കേരളത്തിലുള്ള പോലെ ARI പോലത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുൾ ഉണ്ട്. ഇവിടെ എല്ലാം നമ്മളെ അടിച്ചോ. This vehicle photo now taking? Yes. 40. Oh, 40. Yeah. I'm 38. Following for 38. ഗൈസ് ഇന്ന് നമ്മൾ 30 കിലോമീറ്റർ ആകെ ഓടുന്നുള്ളൂ. കെറോൺ എന്ന് പറഞ്ഞ ടൗണിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും കേട്ടോ, കളം മാറും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ആകെയുള്ളൊരു വ്യത്യാസം തോന്നുന്നു, ഇവിടെ കോൺക്രീറ്റിലാണ് റോഡ് പണിയുന്നത്. പിന്നെ മിഷനറീസ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ മിഷനറീസ് ഉപയോഗിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാം പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ ഉള്ളത് നൗ ഇൻ മൈ വെഹിക്കിൾ ഐ എം റണ്ണിങ് ഇൻ ടിബറ്റ് ഏരിയ. ദിസ് ഇസ് ടിബറ്റ്. ഗൈസ് നോക്കൂ, നമ്മൾ ടിബറ്റിലാണ്. നമ്മളിപ്പോൾ ലോ ആൾട്ടിറ്റ്യൂഡിലുള്ള, നമ്മളിപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ഇന്ന് മുതൽ കയറി തുടങ്ങും. നാളെയൊക്കെ നമ്മൾ വമ്പൻ ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കും കേട്ടോ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇവിടെയാണ് ഫോളോ ചെയ്യേണ്ടത്. അത് വളരെ മസ്റ്റാണ്. ഒരാൾ മിസ്റ്റേക്ക് ചെയ്താൽ അത് എല്ലാവരെയും ബാധിക്കും. നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. ഇവിടെയൊക്കെ വണ്ടികളൊക്കെ വളരെ കുറവാട്ടോ. അല്ലെങ്കിൽ ഇവരെ നമ്മളൊരു നോർത്ത് ഈസ്റ്റിലൊക്കെ പോയില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആട്ടോ. കാരണം ആൾക്കാർ കുറവ്, വണ്ടി കുറവ്. എനിക്ക് തോന്നുന്നു ബോർഡർ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ചൈന വന്നിട്ട് ആദ്യത്തെ ടണലിൽ കയറുവാണ്. ചെറിയൊരു ടണലാട്ടോ. നമ്മുടെ നാട്ടിലെ എങ്ങനത്തെയാണോ അതേപോലെ തന്നെ എല്ലായിടത്തും ചൈനീസ് ലെറ്ററും ദിസ് അപ് ടു ഇൻ നേപ്പാളി ലെറ്റർ upside. Okay. Tibet and Chinese. Yes. Guys, Tibetan ലെറ്ററും അതുപോലെ തന്നെ ചൈനീസ് ലെറ്റർ കേട്ടോ. ചെറിയൊരു ടണലാണ്. റോഡ് ചെറുതാണെങ്കിൽ നല്ല റോഡാട്ടോ, സൂപ്പർ റോഡാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, എപ്പോഴും നമ്മൾ പാസ്പോർട്ട് ഫ്രണ്ടിൽ തന്നെ കരുതണം. പാസ്പോർട്ട് ആര് ചോദിച്ചാലും എടുത്ത് കാണിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ പോകുന്ന റോഡിൽ ടിബറ്റൻ ലെറ്റർ, അതുപോലെ ചൈനീസ് ലെറ്ററുകൾ, പിന്നെ ചെറിയ വില്ലേജുകളിലേക്കൊക്കെ പോകുന്ന വഴികൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓ ഗായ്സ്, ഇങ്ങോട്ടും ഇട്ടിക്കാച്ചി റോഡല്ലേ ഇവനെ. എന്റെ പുണ്ണി എന്ത് രസം റോഡ് കാണാൻ പറ്റും. ഒരു വേറെ ലെവലാട്ടോ. അതായത് നമ്മൾ വന്ന കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് കച്ചറ റോഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അടിപൊളിയായിട്ട് എല്ലാ സ്ഥലത്തും ക്യാമറ വാച്ചിങ് അതുപോലെ സംഭവങ്ങളാണ്. ഇവനെ നമുക്കുണ്ടല്ലോ ഇന്ന് പിന്നെ സിം എടുക്കണം, റീചാർജ് ശരിയാക്കണം, VPN മേടിക്കണം, പിന്നെ അതേപോലെ തന്നെ മൈക്ക് മേടിക്കണം, പിന്നെ അതേപോലെ തന്നെ ചൈനീസ് മാപ്പ് ഡൗൺലോഡ് ചെയ്യണം. എല്ലാം ഗൈഡിനോട് ചോദിച്ച് ചെയ്യണം. പുള്ളി എല്ലാം ഗൈഡ് ചെയ്യും. നമുക്ക് വേണ്ടി ഈ കമ്പനി വിട്ടാക്കുന്ന ഒരു പിന്നെ ആളാണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. അതാണ് മെയിൻ തിങ്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ സെയിം സംഭവം ഈ കാണുന്ന ഞാൻ ലഡാക്ക് അല്ല കാശ്മീരിന്ന് വരാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ. നമ്മുടെ നാട്ടിലുള്ള പോലൊക്കെ തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. അല്ലല്ലോ ഇവനെ. ഇതെന്ന് വെച്ചാൽ മഞ്ഞ് വീഴായിരിക്കും, അങ്ങനെ എന്തോ മഞ്ഞല്ല, അവിടുന്ന് കല്ലിടിഞ്ഞ് വീണ് ഒന്നും സംഭവിക്കായിരിക്കും, റോഡൊന്നും സംഭവിക്കായിരിക്കും. നമ്മളങ്ങനെ അടുത്ത സെക്കൻഡ് ടണലിലേക്ക് വരാണ്. ഒരു ഇഷ്ടം പോലെ ടണലിന്റെ സംവിധാനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ കാര്യം കേട്ടോ. ആ ടണലിന്റെ മേളിൽ നോക്കിയാൽ ഫുള്ളും മണ്ണിടിഞ്ഞ് കിടക്കുക. അതാണ് അതിന്റെ മെയിൻ പർപ്പസ് കേട്ടോ. എല്ലാം ചെറിയ ടണലുകളാണ്. 4.5 മീറ്ററാണ് നമ്മുടെ വണ്ടി. ഇപ്പൊ നമ്മുടെ ബസ്സൊക്കെ പോകും കേട്ടോ, അത്ര തന്നെ. ഓ നമ്മുടെ ട്രെയിനിങ്ങുകളല്ലടാ ഇവനെ. ചവിട്ടുന്ന സൂക്ഷിച്ച് ചവിട്ടണം. റോഡ് വരഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ സംഭവം. ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കേട്ടോ. എല്ലാവരും വണ്ടി നിർത്തി.
ഇവിടെ ചെറിയ കൺസ്ട്രക്ഷൻ നടപ്പുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്തോട്ട് തിരിക്കാൻ പറ്റില്ല, അവിടെ പോലീസിൻ്റെ ആർമിയുടെ വണ്ടിയുണ്ട്. അത് മാത്രം നമ്മൾ എടുക്കൽ എന്നുള്ള റൂളുണ്ട് കേട്ടോ. The camera and the 40 and 30. ഓ ഇവിടെ സ്പീഡ് ക്യാമറ ഉണ്ടല്ലേ? Camera and the ഓക്കെ. then to the India we told you. ഓ ഇന്ന് ബ്രീഫിംഗ് ഉണ്ടെന്ന്. ഉണ്ടോ? ഇന്ന് ബ്രീഫിംഗ് ഉണ്ടെന്ന് സ്പീഡിൻ്റെ ഒക്കെ. എല്ലാവരും ഇറങ്ങി കേട്ടോ. നല്ല കിട്ടിലൻ മൗണ്ടൻസ് ആട്ടോ, പക്ഷേ നല്ല ഡെപ്ത് ഉണ്ട്. പക്ഷെ എല്ലായിടത്തും മറ്റേ ഇത് സൈഡ് ഭിത്തിയുണ്ട്. സൈഡ് ഭിത്തിയുണ്ട്. വേറൊരു കാര്യമുണ്ട്, അതായത് ഫുള്ള് ഫോഗിയാണ്. ആ ഫോഗി ആയതുകൊണ്ടാണ് കറക്റ്റ് പിക്ചർ നമുക്ക് കിട്ടാത്ത കേട്ടോ. ഓഫ്, എനിക്കൊന്ന് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നാക്കുന്നത്. അതാണ് സംഭവം. ഇവിടെയുള്ള പിന്നെ പോലീസുകാരൊക്കെ നമ്മൾ എടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ടോ. വണ്ടിയൊക്കെ കയറി കാണുന്നത് ഭയങ്കര അത്ഭുതം. നമുക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് അപ്പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഇവരുടെ ആർമിയുടെ വണ്ടിയുണ്ട്, ലെക്സസ് ഒക്കെ ആയിട്ട് വണ്ടി. അപ്പോൾ അതുകൊണ്ട് ആ വശം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ വശം നമ്മൾ പിടിക്കുന്നില്ല. പുള്ളി കരഞ്ഞോണ്ടിരിക്കും കേട്ടോ, ഗോപ്രോ ചത്തെന്നും പറഞ്ഞ്. യെസ്, ടുഡേ ടുമോറോ ഫുൾ ബാറ്ററി ചാർജ്. Yesterday I full battery charge. What? One battery gone. And then I changed one more battery. യാ Yes. ഓക്കെ. ഈ നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ കേട്ടോ ചൈനയിൽ. അതായത് ഇത് കണ്ടോ, മറ്റേ ഈ ഇതൊന്നും ബ്രോക്കണായി താഴെ വിടാതിരിക്കാനുള്ള സേഫ്റ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത്, ഈ സൈഡിൽ കേട്ടോ. അവിടെ എന്തോ ഒരു ചെറിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വണ്ടികളും ഇവിടെ പിടിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ബ്ലോക്ക് കഴിഞ്ഞു കേട്ടോ. ബ്ലോക്ക് കഴിഞ്ഞ് ഇനി നമുക്ക് പോവാം. അവിടുത്തെ ഗ്രൂപ്പ് ബസ്സുകളാണ് വരുന്നത്, ചൈനീസ് ഗ്രൂപ്പ് ബസ്സുകളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് നേപ്പാളിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കും കേട്ടോ. എൻ്റെ അമ്മ എല്ലാം ലാൻഡ് ക്രൂയിസർ, പിന്നെ മിസ്തി ബുഷി, അങ്ങനത്തെ സെറ്റപ്പ് വണ്ടികളാട്ടോ ഫുള്ള്. ഇവിടെയുള്ള വണ്ടി ഇവർ യൂസ് ചെയ്യില്ല. മേളിൽ ആൾക്കാർ കെട്ടി തൂക്കി പണിയെടുക്കുക. അപ്പോൾ അതിനാണ് ഈ സംഭവം. കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് ഇച്ചിരി കാണാൻ പറ്റും കേട്ടോ. അല്ലല്ലേ ഇവനെ? അതെ, ഇവനെ ഈ റോഡ് കമ്പികളൊക്കെ കൊണ്ട് 10 കണക്കിന് കേട്ടോ ഈ ഇറക്കിയത്. കമ്പി എന്താ ഇതാണ് ചൈനയിലെ ഒരു ഫേമസ് കാർ കമ്പനി കേട്ടോ ഈ കാണുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ചൈനീസ് പ്രസിഡന്റ് മേക്കിംഗ് കാർ കമ്പനി. I know. Guys, നോക്കൂ ആ സംഭവം കേട്ടോ. അത് ഹുങ്ചി ഇസ് ലക്ഷറി കാർ, ലിമോസിൻ ടൈപ്പ്. ഇങ്ങനെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഇനി ചെക്ക് പോസ്റ്റ് ഇല്ല. ഓക്കെ, ദാറ്റ് ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇസ് ഡൺ. In only army post, huh? Now it's no check post. Yeah. Kirong, no problem. ഓ ഗൈസ് നോക്കൂ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പം കിറോൺ ടൗണിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ചൈനയുടെ ഫോറസ്റ്റ് ഏരിയ കൂടെ, അതായത് വനമേഖലയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 2 വരി പാതയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നാളെ നമുക്ക് അത്യാവശ്യം ഓടിക്കാണ്ട്, അതായത് 200 സംതിങ് കിലോമീറ്റർ ഉണ്ട്. ഇന്ന് നമ്മൾ കിറോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നിട്ട് സ്റ്റേ ആണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഗൈസ് ഞാൻ ഇച്ചിരി കീച്ചോട്ടെ. ഇത്ര നേരം വരെ നമ്മൾ മര്യാദയ്ക്ക് ഒരു 40 രൂപ പോയി. ഇനിയിപ്പോൾ ഒരു 80-90 പോയില്ലെങ്കിൽ എല്ലാവരും ഡിലേ ആവും. അതുകൊണ്ട് ഞാനും കീച്ചു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡ് പരിചയമായി. നേരത്തെ നമുക്ക് റോഡ് പരിചയമില്ലായിരുന്നു അല്ലേ? ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതായത് ചൈനീസ് നമ്പർ പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞ് ചൈനീസ് ഡ്രൈവിംഗ് ലൈസൻസ് ഇനി കിട്ടാണ്ട് 2 ദിവസത്തിൽ കിട്ടും. അത് കിട്ടിയതിന് ശേഷം നോ സ്പീഡ്. കാരണം നമ്മുടെ വണ്ടി കേരളത്തിലും ഇന്ത്യയിലും ഓടുന്ന പോലെ തന്നെയാണ്. ഇവിടെ ട്രാക്ക് ചെയ്യും, സ്പീഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ കിട്ടും. എങ്ങനെയാണ് നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞു. യെസ് talking correct? Yeah, it's careful. Chinese number plate. Yeah. Be careful for the camera. Speed limit camera. ഗായ്സ്, ഇങ്ങോട്ടും വന്നാൽ വാലിയായില്ലേ ഇതിനെ? നമ്മുടെ അവിടുത്തെ സെയിം സംഭവം അതിന്റെ ഉൾട്ട് എവിടെ അല്ലേ? ആ ഒരു സെറ്റപ്പ് ആട്ടോ. ഇവിടെ ഒന്നും ആൾക്കാരേ ഇല്ല കേട്ടോ. പീപ്പിൾ കം. Sorry? People very less here. Very less than there. Just Kirong town. Oh, this one. Yes. ഒരു ചെറിയ ടൗൺ കണ്ടിട്ട് അതിശയപ്പെട്ടു പോയല്ലോ ഇവനെ. അതെ, എന്റെ പോന്നെ എവിടെ നോക്കിയാലും ക്യാമറ അടിയോട് അടിയാണല്ലോ ഇവന്. 1 0 1 3. സ്ലോ ആക്കി. ഇതെന്താ സംഭവം? നമ്മളിപ്പോ കിറോൺ ടൗണിലേക്ക് കയറാൻ പോവാട്ടോടാ. ആണോ? എന്താ ഇവന് ചെറിയ ടൗണാണല്ലോ, എന്നാ വലിയ ടൗണാ ഇവനെ. അത് മേളിൽ നോക്കാൻ നേരത്ത് പമ്പ സെറ്റപ്പ്. നമ്മുടെ ടൗൺ പോലെ അല്ല കേട്ടോ. നമ്മുടെ ടൗൺ വേറെ സെറ്റപ്പ്, ഇതൊരു മോഡേൺ സെറ്റപ്പ് ടൗണുകളാണ്. ഇങ്ങോട്ട് വന്നപ്പോ നോക്കിയാ ഇവനെ ഒരു സ്ട്രീറ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫോട്ടോ പിന്നെ നമ്മൾ ഓരോ വണ്ടി കേറുമ്പോ അത് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക ഇവിടെ. ഫൈനലി അങ്ങനെ എല്ലാവരും ഒരു സ്ഥലത്തെത്തി. എന്നിട്ട് ഇനിയുണ്ടല്ലോ ഈ കാണുന്ന ഹോട്ടൽ, ഇവിടുന്ന് നമുക്ക് ചോദിക്കാം ഏത് ഹോട്ടൽ എന്ത് ഹോട്ടൽ വേണമെന്നുള്ളത്. അത് പറഞ്ഞ കാര്യമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കാറ്റുള്ള സ്ഥലം എന്നാ പറഞ്ഞത്. കാറ്റല്ല, മാറിപ്പോയി, ഞാൻ കാറ്റിൽ നോക്കി. ഏറ്റവും നല്ല പാർക്കിംഗ് ഉള്ള ഹോട്ടൽ ഇതാണെന്ന് പറഞ്ഞത്. ദിസ് ഈസ് ഹോട്ടൽ. യാ, മോർ പാർക്കിംഗ്. യാ ഗൈസ് നോക്കൂ, ഇഷ്ടംപോലെ പാർക്കിംഗ് എല്ലാം കിട്ടുമെന്നുണ്ടോ പറഞ്ഞേ.
എല്ലാവർക്കും റൂം ചെക്ക് ചെയ്ത് പൈസ ഓക്കെ ആണെങ്കിൽ മാത്രം താമസിച്ചാൽ മതി. അങ്ങനെ കേട്ടോ. ഇവിടെയുള്ള ലാൻഡ് ക്രൂസറിനെല്ലാം ബെക്ക് ടയർ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, എല്ലാത്തിനും ഇതുണ്ട് കേട്ടോ. എന്തോ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്ന ഹോട്ടലാട്ടോ. ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ടയോട്ടയുടെ വണ്ടിയാണ് ഇവിടെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന താല്പര്യം. അതെ, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വണ്ടി അത് തന്നെയായിരിക്കും. ഹോട്ടലിന്റെ പിന്നെ പൈസ ഉണ്ടല്ലോ 350 ചൈനീസ് മണിയാണ്, ഇന്ത്യൻ മണി 4000. അപ്പൊ ഇവിടെയാണ് നോക്കുന്നത് കേട്ടോ. ഇപ്പൊ ആൾക്കാർ ഡിസ്കഷൻ ആണ്, ഗ്രൂപ്പ് ആയതുകൊണ്ട്. नीचे जाके आ जाएंगे रूम, बाद में देखेंगे. आप देखो, ഈ റൂമിന് എല്ലാവർക്കും പൈസ കൂടുതലാന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഈ കാണുന്ന ചൈനീസ് ടൗണിലേക്ക് ഇറങ്ങി കേട്ടോ. എല്ലായിടത്തും ചൈനീസ് ലെറ്റർ ആണ്. എനിത്തിങ് എനിവേർ. ഇത് എന്നതാടാ ഗൈസ്? അത് ആളില്ല കേട്ടോ, അതാണ് ഒരു മെയിൻ തിങ്. ഈ റോഡിനകത്ത് കിടന്നുറങ്ങാൻ സൂപ്പറായിട്ട്, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല ഗൈസ്. അതായത് ഇറ്റ് ഈസ് എന്നാ പറയാ, വെരി ക്ലീൻ. അതിന്റെ ആൾക്കാരില്ല, കൺജസ്റ്റഡ് അല്ല. ഹോട്ടലുകളുണ്ട് പല സ്ഥലത്തും. ഞാൻ പ്രതീക്ഷിച്ച ചൈനീസ് അല്ല, ഒട്ട മാറിപ്പോ കേട്ടോ. എവിടെ പോയാലും ചെറിയ ചെറിയ ഓട്ടോകൾ കാണാം കേട്ടോ. നല്ല രസമുണ്ടല്ലോടാ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ടുട്ടുട്ടു പോലെ തന്നെ വേറൊരു മോഡല്. ഗൈസ് ചൈനീസ് നിർമ്മിത ഓട്ടോ കേട്ടോ. ഏതൊരു ഹോട്ടലിലേക്ക് പോവാണ് ആസ്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. മെയിൻലി എല്ലാ വണ്ടികളും ഈ കാണുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിൽ എത്തി കേട്ടോ. നേരത്തെ ഇന്ന് ഹോട്ടലിൽ നിന്ന് താമസം മാറ്റി ഇങ്ങോട്ട് മാറ്റി. എല്ലാം പാസ്പോർട്ട് കൊടുത്തിട്ടോ പെർമിറ്റിന് വേണ്ടി. ഗൈസ് ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ചൈനീസ് ബാങ്ക് ആണ്. ചൈന ബാങ്ക്, ബാങ്ക് ഓഫ് ചൈന. അപ്പം നമ്മൾ നിന്ന് അവിടുന്ന് നമ്മളിങ്ങോട്ട് നടന്നു വന്നു. ഏകദേശം നാട്ടിലെ ഒരു 60-70,000 രൂപയുണ്ട് ഈ കാണുന്നത്. പിന്നെ ഇത് ചൈനീസ് മണിയാണ്, 100 യാങ്. അതാണ് അതിൽ 200 വെച്ചാൽ തന്നെ നമ്മുടെ നാട്ടിലെ 2000. ഇപ്പൊ നമ്മൾ 1,20,000 രൂപ നമ്മൾ എടുത്താക്കുന്നത്. ആണോ? ഏകദേശം അത്രയും പൈസ ഉണ്ട് കേട്ടോ ഇത്. അപ്പം ഞങ്ങളത് ഇപ്പം ബാങ്ക് അവിടെ ചെന്ന് നോക്കാൻ നേരത്തെ മനസ്സിലാവും. പിന്നെ എൻ്റെ ഇതിൻ്റെ അകത്ത് ഏകദേശം VPN വർക്ക് ആവുന്നുണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. നമ്മൾ പുള്ളിക്കാരത്തേക്ക് കൊടുക്കേണ്ടത് അപ്രോക്സിമേറ്റ് 700 ആയിട്ടുണ്ട് ഏകദേശം നാട്ടിൽ. ഗൈസ് നോക്കൂ, അത് ഇത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം കേട്ടോ. അതായത് ഇൻ ഇന്ത്യ ഇത് കാൽക്കുലേറ്റർ കേട്ടോ, കറൻസി കാൽക്കുലേറ്റർ. 6000 ഞാൻ എടുത്തു 68,890 പൈസ. അതാണ് ഈ കാണുന്ന സാധനം. എന്തല്ലേ പിന്നെ മോനെ ഇതിൻ്റെ അകത്ത് മറ്റേ പൈസ എടുത്ത് മാറ്റി എല്ലാം മനസ്സിലാവൂല. പുള്ളിക്കാരത്തേക്ക് 700 കൊടുത്തേക്കല്ലേ? 700 അല്ലല്ലോ, പുള്ളിക്കാരത്തേക്ക് സർവീസ് ഫീ കൊടുക്കട്ടെ കേട്ടോ. 600 രൂപ, 600 ചില്ലറാണ്. അപ്പൊ 600 രൂപ ഇപ്പം കൊടുക്കുക, ബാക്കി നാളെ തരാന്ന് പറ. ഓക്കെ, ഇവനെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് പുള്ളിക്കാരിക്ക്. USD. And I forgot how much I need to return. 93. Okay. Then 675. Oh, so 25 yuan. I will. പുള്ളിക്കാരുടെ പേരെന്നായിരുന്നു? Please search DJ Mike Store. Mike Store. Please. മറ്റു പൈസകൾ പോകുന്ന പോലെയല്ല കേട്ടോ. പല സ്ഥലത്തും ഞങ്ങൾ പൈസ കീറി പോയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ബാഗ് അടയ്ക്കാൻ നേരത്തൊക്കെ. ഈ വർഷം അങ്ങനെയല്ല, എനിക്ക് നിറച്ചും പിന്നെ നേപ്പാളിയും അതും അങ്ങനെ വെച്ചിട്ട് മാറിപ്പോയിട്ടുണ്ട്, പണി കിട്ടും കേട്ടോ. ഞാനത് ശ്രദ്ധിക്കും, എനിക്കറിയാലോ. ആണോ? പിന്നെ അല്ല, ഞാൻ ഭയങ്കര കാറ്റാട്ടോ. നമുക്ക് മൈക്ക് അടിക്കാതെ ഒരു പരിപാടി. ഇന്ന് ഞങ്ങൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. VPN ഉള്ള കാരണം 1 ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 1 ആ VPN. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണം. നാളെ മുതൽ നമ്മൾ പക്ക. പുള്ളിക്കാരുടെ പേര് ഷേർലി ചേച്ചിയാണ് നമ്മളെല്ലാം. ഷേർലി എന്റെ ഭാര്യ കാണണ്ട കേട്ടോ, ഞാൻ ഷേർലി ആവും അല്ലേ ലിബിയ? അവിടെയൊക്കെ ചൈനീസ് ട്രിപ്പ് പോകണം. എനിക്ക് പിന്നെ പ്രശ്നമില്ല കേട്ടോ, എവിടെ വേണേലും ചിരിച്ചു കാണിക്കാം. മഞ്ഞ പല്ല് കാണുമെന്നുള്ളൂ അല്ലേ ഗൈസ്? അതായത് എത്രയാണ് പറഞ്ഞത്? അതായത് 100 ഇവിടുത്തെ പൈസ. ഗൈസ് ഞങ്ങളിപ്പോൾ ഉള്ളത് ചൈനീസ് മൊബൈലാണ്, അതായത് ചൈന മൊബൈൽ. ഇവിടെയാണ് സിം കിട്ടുന്നത്. ഇവിടുന്ന് സിം എടുക്കണ്ടേ. 10 GB-ക്ക് $10 കേട്ടോ. അപ്രോക്സിമേറ്റ് 900 സംതിങ് വരും കേട്ടോ. അത്രയും വരും. ഞങ്ങൾ അന്വേഷിക്കാം. പാസ്പോർട്ടില്ല കിട്ടൂല, അതായത് നമുക്കിവിടെ നോക്കാം കേട്ടോ അല്ലേ ലിബിയ? അതെ, നമുക്ക് GB കൂടുതലുള്ളത് നമുക്ക് അത് പൈസ നോക്കണ്ട കേട്ടോ, വാങ്ങണേ. GB കൂടുതലുള്ള. ഫൈനലി നമ്മുടെ ഏജന്റ് വന്നു, നമുക്ക് പാസ്പോർട്ട് കിട്ടി. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് സിം എടുക്കാൻ പറ്റും. എപ്പോഴും ബോർഡറിൽ സിം എടുക്കാനാണ് ഏറ്റവും നല്ലത്, ഈസിയാണ്. ബാക്കി സ്ഥലത്തെല്ലാം പാടാണ്, അല്ലെ പിന്നെ എയർപോർട്ടാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മൾ കമ്പനി ചെല്ലേണ്ടി വരും. സാധാരണ കടയിൽ ചെന്നാൽ ഇവർക്ക് മനസ്സിലാവൂല എങ്ങനെ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ പൊട്ടന്മാരാന്ന് ഇവർക്ക് നേരത്തെ മനസ്സിലായി. എല്ലാ സാധനം നമ്മുടെ ഉണ്ടോ എല്ലാം DJ മൈക്ക് മൈക്ക് മേടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക കേട്ടോ. നമ്മളെല്ലാം പൂരിപ്പിച്ചിരിക്കുന്നത് പുള്ളിക്കാരിയായിട്ടോ. പറഞ്ഞു ഞങ്ങൾ പൊട്ടന്മാരാണ്, എല്ലാം ചൈനീസ് ലെറ്റർ ആട്ടോ. ശരി കേട്ടോ, അതുകൊണ്ടായിരിക്കട്ടെ ഇവർ പൂരിപ്പിച്ചിരുന്നു, നമുക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട്.
ആരെങ്കിലും റീചാർജ് പൈസ അയക്കണോ അതിൻ്റെ അകത്ത് അയച്ചോ, പിന്നെ അത് അക്കൗണ്ട് ബ്ലോക്ക് ആയി പോയിക്കോളൂ. ടെക്നോളജി പോയ ബുക്ക് നോക്കി എടാ പൊട്ട അതിൻ്റെ അകത്ത് നിൽക്കണം. എല്ലാം കൊണ്ടുപോയി എല്ലാം കൊണ്ടുപോയി ഇനി അവിടെ ചെല്ലുമ്പോ ഇല്ലേ നല്ല പേരില്ല സിം എടുത്താക്കുന്നത്. ഐഫോണൊന്നും പൈസ കുറവൊന്നുമില്ല കേട്ടോ, 1.5 ലക്ഷം രൂപ ഐഫോണിന്. മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറഞ്ഞ് കിട്ടുമായിരിക്കും. ഐഫോണൊക്കെ ഇവിടെ എങ്ങനെ കാണിക്കുന്നത്, സിമ്മ് കിട്ടി റീചാർജ് ചെയ്ത് പരിപാടി കഴിഞ്ഞു കേട്ടോ. അതെ ചൈനീസ് വണ്ടികൾ ഓരോന്നായിട്ട് പോകുന്നു. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പോലീസുകാരുടെ ആർമിയുടെ വീഡിയോ എടുക്കായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ, ആർമി പോസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ. നമ്മളെ ഏജന്റിന്റെ കൂടെ തരുവാണെങ്കിൽ ഇവര് മൊത്തം നോക്കും, അല്ലെങ്കിൽ ഇവർക്കിട്ടും കിട്ടും, അല്ലാതെ ഇവര് നമ്മളെ നോക്കും. അപ്പം കാണുന്ന എല്ലാവരും ചേട്ടാ ചേച്ചിന്ന് മാത്രം വിളിച്ചങ്ങ് കൊടുത്തങ്ങ് ഓടിക്കോളൂ. ഇതിൽ സിമ്മ് കിട്ടി, ഞാൻ ഇതിൻ്റെ അകത്ത് എൻസൽ ഊരിയില്ലാത്തിട്ടുണ്ട്. ഇപ്പം നെറ്റും കൂടെ റീചാർജ് കൈ കൊണ്ട് എന്തൊക്കെ കാണിക്കാൻ പറഞ്ഞാൽ എല്ലാം കാണിച്ചു. ആ ചിരിക്കുന്നത് കണ്ടു എനിക്ക് സന്തോഷമല്ല. മാർട്ടിൽ നിന്ന് കലങ്ങും കേട്ടോ. എടാ 16 GB ആണോ 64 GB ആണോ? 16 GB പോയിന്റ് കണ്ടില്ലേ? 16 GB ഫുള്ള് ചൈനീസ് ലെറ്റർ. അത് കണ്ടോ, ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ലിങ്ക് മാത്രം ഇംഗ്ലീഷ്, അതും കൂടി ഒരു മാറ്റിയത് നല്ലതായിരുന്നു അല്ലേ. ബി ചാറ്റ് വഴി റീചാർജ് ചെയ്യാൻ പോകാട്ടോ. ഒരു 50 GB കൂടെ വേണം. ഇപ്പോൾ ഞങ്ങളല്ലോ ഒരു പിന്നെ ഇവിടെ വന്നു കേട്ടോ, അതായത് ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ. അപ്പം പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ചൈനീസ് ഫ്ലാഗ് വന്നു കേട്ടോ. ചൈനീസ് ഫ്ലാഗ് താങ്ക് യു. Come on. Help me. 2 ചൈനീസ് ഫ്ലാഗ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അത് മേടിക്കാൻ വേണ്ടി പുള്ളി തന്നത്. നമ്മുടെ രാജ്യത്തിനോട് നമുക്കുള്ള പോലെ തന്നെ ഇവർക്കും ഭയങ്കര സ്നേഹം കേട്ടോ ഇവരുടെ രാജ്യത്തോട്. ഇവർ വിഷ് ചെയ്തു, എന്നിട്ട് വെൽക്കം ടു ചൈന എല്ലാം പറഞ്ഞു. ഓ ഇറ്റ് ഇസ് അമേസിങ്. ഗൈസ് നോക്കും, ഫൈനലി ഞങ്ങൾ വണ്ടിയിലാണ്. ഞങ്ങൾ വിചാരിച്ചത് ടിബറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലെടുത്ത് സ്റ്റേ ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ അത് നിർബന്ധമല്ല. പക്ഷേ ഗവൺമെൻറ് അപ്രൂവൽ സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ളൊരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. അപ്രോക്സിമേറ്റ് 200 ചൈനീസ് മണി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങളും സായിപ്പും മാത്രമേ വണ്ടിയെ കിടക്കുന്നുള്ളൂ. അപ്പം നാളെ റൂം വേണമെന്ന് ചോദിച്ചപ്പോൾ ഇന്നേ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു നാളെ ഞങ്ങൾക്ക് വേണ്ട -5 ആണെന്ന് പറഞ്ഞു. ഓക്കെ നോ പ്രോബ്ലം, ഐ എം സ്റ്റേയിങ് ഇൻ മൈ വെഹിക്കിൾ എന്ന് പറഞ്ഞു. ഗൈസ് അതേപോലെ ഇന്ന് ബോർഡർ വെച്ച് കോവിഡ് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരെയും ഞങ്ങൾ നൈസായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പനിയുണ്ട്, ഗ്രൂപ്പ് മൊത്തം പാളും, വയസ്സായ 2 പേരെ പിടിച്ചോണ്ട് പോകും, പരിപാടി പാടെന്ന് പറഞ്ഞു. ബാക്കി വായിലും മൂക്കിലൊക്കെ ഇട്ട് കുത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അത് നിന്നില്ല. ഗൈസ് നോക്കൂ, അങ്ങനെ നാളെ മുതൽ കിടിലൻ ചൈനീസ് കാഴ്ചകൾ കാണാം. ഞങ്ങൾ ഇന്ന് രാത്രി ഇത് കണ്ടോ, ഇവിടെ വീഡിയോ എഡിറ്റിങ്, ഇവിടെ ഫോൺ ചാർജിങ്, പിന്നെ VPN ഓരോന്നിട്ട് ടെസ്റ്റ് ചെയ്യുവാണ്. ഒരെണ്ണം സക്സസ് ആയി. 4-1 അല്ലേ? 111 ഞാനിപ്പോ റീചാർജ് ചെയ്ത് നോക്കി, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്. പിന്നെ ഇനി 11 ഇവനും കൂടി റീചാർജ്. തൊട്ട് ഫ്രണ്ടിലൊക്കെ ചൈനീസ് വണ്ടികളാണ്. ഇതുണ്ട് ചൈനീസ് നമ്പർ പ്ലേറ്റ് കണ്ടാ, നീല നമ്പർ പ്ലേറ്റ് കണ്ടാ. ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇതിലല്ല നിന്റെ ഗൂഗിൾ പേ ഉള്ളേ, ഇതിന്റെ അകത്ത് ആവുള്ളൂ. ഇതിനകത്ത് 11 ചെയ്യട്ടെ. നോക്കൂ ഗൈസ്, നോക്കൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.